ഹലോ, നമ്മൾ ഇനി അടുത്ത രണ്ട് മെത്തേഡ് ലീഫാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിനായിട്ട് ഞാൻ ഒരു ലെയർ നൂല് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഒരു ലീഫ് വരയ്ക്ക് അതിൻ്റെ താഴ്ഭാഗത്തല്ല കുത്തേണ്ടത്, അതൊന്ന് കുറച്ച് മുകളിലോട്ടായിട്ട് അടിയിൽ നിന്ന് സൂചി കുത്തി പുറത്തോട്ട് എടുക്കുക. എന്നിട്ട് നൂല് വലിച്ചതിന് ശേഷം അതിന് നേരെ താഴെയായിട്ട് സൂചി കുത്തിയിട്ട് നേരത്തെ കുത്തിയ നൂലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുത്തി സൂചി വലിക്കുക കേട്ടോ. അപ്പോൾ ഒരു ലൈന് വരും. അതിനുശേഷം സെൻറ്ററിലത്തെ ലൈനില്ലേ, അതായത് ലീഫിൻ്റെ സെൻറ്ററിലത്തെ ലൈനിൽ നിന്നാണ് പിന്നെ നമ്മൾ തുടങ്ങേണ്ടത്. അങ്ങനെ തുടങ്ങുമ്പോൾ റൈറ്റ് സൈഡിലോട്ട് ചരിച്ച് ഇതുപോലെ കുത്തി വലിച്ചെടുത്താൽ മതിയാവും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നൂല് സൂചിൻ്റെ അടിയിലോ പുറത്തോ ഒരിടത്തും വേണ്ട. നൂലിൻ്റെ ഇഷ്ടത്തിന് അങ്ങോട്ട് എവിടെയെങ്കിലും ഒക്കെ വിട്ടതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ കുത്തി വലിച്ചെടുക്കുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിൽ അത് ശരിയായി വരും കേട്ടോ. സെൻറ്ററിൽ എത്തുമ്പോഴത്തേക്കും ആ മൊന പോലെ വരണം കേട്ടോ. എന്നിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട്, പിന്നെ അതിനുശേഷം ലെഫ്റ്റ് സൈഡിലായിട്ട് ചരിച്ച് നമ്മൾ അതുപോലെ റിപ്പീറ്റ് ചെയ്ത് വന്നാൽ മതി. പിന്നെ ചെയ്ത് വരുമ്പോഴത്തേക്കും കുറച്ച് അടുപ്പിച്ച് ചെയ്യണം. സിംഗിൾ ലെയർ നൂലാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് അടുപ്പിച്ച് ചെയ്യണം കേട്ടോ. ഇനി ഇതിപ്പോൾ ഡബിൾ ലെയർ നൂല് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടാലും നമുക്ക് വിഷയമില്ല. കാരണം നൂലിൻ്റെ തിക്നെസ്സിൽ നമുക്ക് ആ ഗ്യാപ്പ് കാണത്തില്ല കേട്ടോ. അത്രയ്ക്കും തിക്കായിട്ട് ഇരിക്കും. അതുകൊണ്ട് സിംഗിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അടുപ്പിച്ച് എടുക്കാനായിട്ട് മെയിനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഈ വീഡിയോയിലൂടെ ഞാൻ വേറൊരു കാര്യം കൂടെ അറിയിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാൻ ആദ്യമായിട്ടൊരു ഗീവ് അവേ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അത് എനിക്ക് 2K സബ്സ്ക്രൈബർ ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അതിനായിട്ട് പ്രത്യേകിച്ചും വേറെ ഒരു പ്രത്യേകം പറയാനുള്ള ഒരു റൂളൊന്നുമില്ല. എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെയാണ്. എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല രീതിക്ക് ഒരു കമൻറ്റ് ചെയ്യുക. നല്ല കമൻറ്റേഴ്സിനെ ഞാൻ നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ വിന്നേഴ്സിനെ അറിയിക്കുന്നതായിരിക്കും. എനിക്ക് 2K സബ്സ്ക്രൈബർ ആകുമ്പോഴായിരിക്കും ഞാൻ അതിൻ്റെ വിന്നേഴ്സിനെ അറിയിച്ചിട്ട് ഗിഫ്റ്റ്സ് തരുന്നത്. ഗിഫ്റ്റ് എന്താണെന്ന് അറിയണ്ടേ? വേറെ ഒന്നുമല്ല, ഞാൻ എന്താ ചെയ്യുന്നത് അത് തന്നെയാണ് കേട്ടോ ഗിഫ്റ്റ്. അതായത് ഞാനൊരു എംബ്രോയ്ഡറി കിറ്റ് തന്നെയാണ് ഞാൻ ഗിഫ്റ്റ് ചെയ്യുന്നത്. അത് ഒരാൾക്കല്ല, ഞാൻ 3 പേർക്കാണ് ഞാൻ ഗിഫ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പറ്റുന്നവർക്ക് ഷെയർ ചെയ്ത് അവരെ കൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. അതിൽ നല്ലൊരു കമൻറ്റേഴ്സിനെ മാത്രം ഞാൻ സെലക്ട് ചെയ്യും കേട്ടോ. പിന്നെ നമുക്ക് സ്റ്റിച്ചിലോട്ട് വരാം. രണ്ടാമത്തെ ലീഫ് എന്ന് പറയുമ്പോഴത്തേക്കും അടിയിൽ നിന്ന് സൂചി കുത്തി പുറത്തോട്ട് എടുക്കുക. എന്നിട്ട് നേരെ ടോപ്പിലോട്ട് കുത്തുക. അതിനുശേഷം നേരെ താഴോട്ട് വരിക. ആ ലെയർ ബൈ ലെയർ ആയിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്ത് കൊടുക്കുക. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് താഴോട്ട് വരുമ്പോഴത്തേക്കും ഒരു ലൈൻ, അതായത് ഒരു 1/4 ഇഞ്ചിനേക്കാളും ചെറിയ രീതിക്കായിരിക്കണം സൂചി കുത്തി കൊടുക്കേണ്ടത്. അതായത് താഴെ വീതി കൂടാൻ പാടില്ല കേട്ടോ. അങ്ങനെ കൂടി കഴിഞ്ഞാൽ ഒരു ലീഫിന്റെ രൂപം വരത്തില്ല. വീതി കൂടാണ്ട് കുത്തിയിടത്ത് തന്നെ കുത്തി കൊടുത്താലും കുഴപ്പമില്ല. അങ്ങനെ കുത്തി ലാസ്റ്റ് ഒരു നല്ലൊരു ലീഫ് നമുക്ക് ക്രിയേറ്റ് ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഗിവ് അവേയുടെ കാര്യവും കൂടെ മറക്കരുത്. എന്നാൽ ഓക്കെ, ബൈ.